ഫെബ്രുവരി 27-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഈ ഒരു കൺവിക്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ കോടതി മുഖാന ശിക്ഷിക്കപ്പെട്ട പൊളിറ്റീഷ്യൻസിന് ലൈഫ് ടൈം ബാൻ നൽകുന്നതിനെ സംബന്ധിച്ച് ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയിൽ വരുന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു ലൈഫ് ടൈം ബാൻ നൽകുന്നതിനെ ഓപ്പോസ് ചെയ്യാണ് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നതായിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെന്റിന്റെ വാദമാണ് പ്രധാനമായിട്ടും ഈ ഒരു വാർത്തയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺവിക്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട പൊളിറ്റീഷ്യൻസിന്, രാഷ്ട്രീയക്കാർക്ക് ലൈഫ് ടൈം ബാൻ, അതായത് പിന്നീട് ഇലക്ഷനിൽ ഒരിക്കലും മത്സരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബാൻ നൽകുന്നതിനെ എതിർക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. കാരണം സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് വെച്ചാൽ പീനൽ സെന്റൻസ്, ശിക്ഷകൾ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. അതായത് അദ്ദേഹം ചെയ്ത കുറ്റത്തിന് ഒരു നിശ്ചിത പരിധിയിലേക്കാണ് ശിക്ഷ നൽകുന്നതായിട്ടുള്ളത്. ആ ഒരു ശിക്ഷാ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ തന്നെയാണ്. അദ്ദേഹം കുറ്റവിമുക്തനായിട്ട് മാറി, അല്ലെങ്കിൽ ആ കുറ്റത്തിൽ നിന്ന് പുറത്തേക്ക് എത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സമൂഹത്തിന്റെ ഭാഗമായി മാറാനും അതുപോലെ തന്നെ സാധാരണ പോലുള്ള ഒരു ജീവിതം നയിക്കാനും അവകാശമുണ്ട് എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റ് വാദിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ നിലവിലുള്ള നിയമപ്രകാരം, അത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ആണ്, പൊളിറ്റീഷ്യൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരുടെ പ്രസന്റ് സെന്റൻസിലേക്കോ പ്ലസ് 6 വർഷം ആഫ്റ്റർവേർഡും ആണ്. അപ്പോൾ ഉദാഹരണത്തിന് 3 വർഷമാണ് ശിക്ഷിക്കപ്പെട്ടതെങ്കിൽ 3 + 6 9 വർഷത്തേക്കാണ് അവർ ഡിസ്ക്വാളിഫൈഡ് ആവുക. 5 വർഷമാണ് ശിക്ഷിക്കുന്നതെങ്കിൽ 5 + 6 11 വർഷത്തേക്കാണ് ഡിസ്ക്വാളിഫൈഡ് ആവുക എന്നുകൂടി ഓർത്തു വെക്കുന്നത്. അല്ലാതെ ഈ ഒരു ലൈഫ് ടൈം ബാൻ നൽകുക എന്ന് പറയുന്നത് വളരെ ഹാഷാണ്, അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് ഈ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള രീതിയിൽ ശിക്ഷകൾ നൽകുന്നതാണ് ഒരു റീഫോർമേറ്റീവ് പ്രോസസ്സിന്, ആൾക്കാരുടെ മാനസാന്തരം വരുന്നതിന് നല്ലത് എന്നാണ് പറയുന്നത്. വൺസ് സെന്റൻസ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസും എൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ വാദം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ, അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ടാണ് ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത്. അദ്ദേഹത്തിന്റെ സെന്റൻസ് കാലാവധി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഇറലവന്റ് ആയി മാറുന്നു എന്നുള്ള രീതിയിലാണ് സെൻട്രൽ ഗവൺമെന്റ് വാദിക്കുന്നതെന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് ഈ ഒരു ലൈഫ് ടൈം ബാൻ എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ സെക്ഷൻ 8-നെ റീറൈറ്റ് ചെയ്യേണ്ടി വരും. അത് ആക്ച്വലി പാർലമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. അതായത് ആക്ടിന് അമെന്റ്മെന്റ് നടത്തുക എന്നുള്ളത് പാർലമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്, കോടതിയുടേതല്ല. സോ കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് വാദം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി പ്രധാനമായിട്ടും ഇവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഈ ഒരു പൊളിറ്റീഷ്യൻസ് ഒക്കെ തന്നെ, അതായത് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റീഷ്യൻസിൽ ഭൂരിഭാഗം പേരുടെ ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺവിക്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് തന്നെയാണ് വീണ്ടും പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും വരുന്നത്. അവർ നിയമങ്ങൾ ഉണ്ടാക്കുകയും ഭരിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ അവർ തന്നെ ഉണ്ടാക്കിയ നിയമം, അവരെ സംബന്ധിച്ച് അവർ തന്നെ ഉണ്ടാക്കിയ നിയമത്തെ കുറിച്ചാണ് ഇവിടെ സുപ്രീം കോടതി ചോദ്യം ചോദിക്കുന്നത്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഉയർന്നു വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, ആയിരക്കണക്കിന് MPസിനും MLA-മാർക്ക് എഗെയിൻസ്റ്റ് ക്രിമിനൽ കേസസ് പെൻഡിങ് ഉണ്ട്. പല സിറ്റിംഗ് MPസിന്റെ പേരിലും ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്സിനെ ഡീക്രിമിനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെയധികം സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോടതി. പ്രത്യേകിച്ചും ഈ ഒരു കുറ്റാരോപണത്തിലുള്ള അല്ലെങ്കിൽ FIR ഫയൽ ചെയ്തിട്ടുള്ള പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട പൊളിറ്റീഷ്യൻസ് വീണ്ടും അധികാരം കയ്യിലേന്തുന്നത് മായി ബന്ധപ്പെട്ടുള്ള വലിയ കൺസേൺ ആണ് സുപ്രീം കോടതി റേസ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത തെലങ്കാനയിൽ റീസെന്റ് ആയിട്ട് തകർന്നിട്ടുള്ള ടണൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരത്തിലുള്ള ടണൽ ഡിസാസ്റ്റേഴ്സ് ഒന്നല്ല ഉണ്ടാവുന്നത്, ഇടയ്ക്കിടെ ഉണ്ടാവുന്നത്. 2023-ലും ഉത്തരകാശിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ടണലുകളൊക്കെ പണിയുന്ന സമയത്ത്, പ്രത്യേകിച്ചും അണ്ടർഗ്രൗണ്ട് ഒക്കെ പണിയുന്ന സമയത്ത്, ടണലുകൾ പണിയുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സ്റ്റഡീസിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഈ ഒരു എഡിറ്റോറിയൽ ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. ഈ ഒരു ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് ടണൽ കനാലിലാണ് തെലങ്കാന കൊളാപ്സ് ചെയ്യുകയും ഏകദേശം 8ഓളം വർക്കേഴ്സ് അതിൽ ട്രാപ്പായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളം കടന്നു വന്നു, വാട്ടർ സീപ്പേജ് ഉണ്ടായിട്ടാണ് ഈ ഒരു കേവിന്റെ റൂഫ് തകർന്നത് എന്നാണ് കരുതുന്നതായിട്ടുള്ളത്.
അപ്പോൾ 9ഓളം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റെസ്ക്യൂ ടീംസ് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. അവരുടെ വർക്കേഴ്സിന്റെ അവിടെ അകത്ത് കുടുങ്ങിപ്പോയവരുടെ കണ്ടീഷൻ അസസ് ചെയ്യുന്നതിലൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധ ചെലുത്തുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു റെസ്ക്യൂ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സിൽക്കയാര ടണൽ കൊലാപ്സ് ഉണ്ടായിരുന്നു ഉത്തർകാശിയിൽ 2023. 16 ദിവസമാണ് അന്ന് വർക്കേഴ്സ് അവിടെ ട്രാപ്പ് ആയിട്ടുണ്ടായിരുന്നത്. സിമിലർ ആയിട്ടുള്ള ഒരു തകർച്ച തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു ശ്രീശൈലത്ത് ഒരുപാട് എമൗണ്ട് വാട്ടർ റെഡ് ഇത് ആക്ച്വലി റെസ്ക്യൂ ഓപ്പറേഷനെ ഹിൻഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഏകദേശം 70ഓളം വർക്കേഴ്സ് ആണ് അകത്തുണ്ടായിരുന്നത്. അതിൽ 62ഓളം ആൾക്കാർ രക്ഷപ്പെട്ടു. 13 പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഏകദേശം 8 പേരാണ് ഇപ്പോൾ ട്രാപ്പായി കിടക്കുന്നത്. ഈ 60 പേരിൽ 13 പേർക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ടണൽ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ടുള്ളതാണ് നടക്കുന്നതെങ്കിൽ പോലും ഇത് വളരെ അപകടകരമായിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഒന്നുണ്ടായിരുന്നു, ഈ വർഷം ഒന്നുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ടണലുകളൊക്കെ പണിയുന്ന സമയത്ത് പ്രത്യേകിച്ചും അണ്ടർഗ്രൗണ്ട് വാട്ടർ ചാനലുകളൊക്കെ ഉണ്ട്, അതൊക്കെ തകരുന്നതാണ് ഇത്തരത്തിലുള്ള വെള്ളം ഇറങ്ങി വന്ന് മണ്ണ് ഡിസ്റ്റബിലൈസ് ആയി തകരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ജിയോളജി സൈറ്റിന്റെ ജിയോളജി ഒക്കെ പരിശോധിച്ചിട്ട് വേണം കൃത്യമായിട്ടുള്ള ഈ ഒരു ടണലുകളുടെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആക്സിഡന്റുകളെ പ്രിവെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അതോറിറ്റീസ് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കൊലാപ്സിന്റെ കാരണം മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ടണൽ സേഫ്റ്റി ചെക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ജിയോളജിക്കൽ സ്റ്റഡീസ് ഭൂഘടന സംബന്ധിച്ചുള്ള സ്റ്റഡീസ് നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തൊരു വാർത്ത വെച്ചാൽ മെറ്റേണിറ്റി എൻടൈറ്റിൽമെന്റ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് കിട്ടുന്ന ബെനിഫിറ്റുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള വിമന് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഫണ്ട് ലഭിക്കും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലഭിക്കുമെങ്കിൽ പോലും അത് ഇൻഎഫക്റ്റീവ് ആണ് എന്നുള്ള രീതിയിലാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓതേഴ്സ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത്. പ്രഗ്നന്റ് ആയിട്ടുള്ള വിമന് അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് 6000 രൂപയുടെ മെറ്റേണിറ്റി ബെനിഫിറ്റുകളാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പ്രകാരം കിട്ടുന്നതായിട്ടുള്ളത്. ഇത് അന്ന് 2013 കഴിഞ്ഞു, ഇന്ന് 2025 എത്തി. ഏകദേശം അത് ഇരട്ടിയായിട്ട് 12000 രൂപയുടെ അടുത്ത് കിട്ടേണ്ടതാണ്. പക്ഷേ ഈ ഒരു ബെനിഫിറ്റുകൾ വളരെ ക്രൂഷ്യൽ ആണ് പ്രഗ്നന്റ് വുമണിന് അവരുടെ ന്യൂ ബോൺസിന്റെ ഹെൽത്ത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. അതുപോലെ പ്രത്യേകിച്ച് വൾണറബിൾ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് കൃത്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസോ കൃത്യമായിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവില്ല. സോ അത്തരത്തിലുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അമ്മക്കും കുഞ്ഞിനും കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ എസെൻഷ്യൽ ആണ് ഈ ഒരു ഫണ്ടിങ് എന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ലീഗൽ എൻടൈറ്റിൽമെന്റ് ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ പോലും പല സ്ത്രീകൾക്കും ഈ ഒരു ബെനിഫിറ്റുകളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ സത്യം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റുകളാണ് നൽകുന്നതായിട്ടുള്ളത്. അതായത് ഒരു കുട്ടിക്ക് ആണ് ആദ്യം നൽകിയത്. ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ 2 കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഈ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപയിലേക്ക് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ചൈൽഡിനെ. അതായത് ലീഗൽ എൻടൈറ്റിൽമെന്റ് എത്രയാ 6000 രൂപയാണ്. അതിനേക്കാൾ 1000 രൂപ കുറവാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ കവറേജ് വളരെ വളരെ പൂർ ആണ്. ഇന്ത്യയിലെ പ്രഗ്നന്റ് വിമന്റെ വെറും 9% ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു ബെനിഫിറ്റ് 2023-24 കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2019-20 കാലഘട്ടത്തില് ഇത് 36% ആയിരുന്നു എന്ന് ഓർത്ത് വെക്കുക. അതായത് ഈ ഒരു ഫണ്ടിങ് കുറവായതുകൊണ്ട് ഈ ഒരു ഫണ്ടിന്റെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞ ആൾക്കാർക്ക് വെറും 9% ആൾക്കാർക്കാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്, പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. കാരണം ഓൺലൈൻ സോഫ്റ്റ്വെയർ വഴിയാണ് ഈ ബെനിഫിറ്റുകളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റുകളാണ് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. ഇതെല്ലാം തന്നെ പല ഡിലേയ്സും എക്സ്ക്ലൂഷൻസും ഉണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു ഫണ്ടിങ് കുറച്ചതും മറ്റൊരു ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ആയിട്ടുള്ള പ്രഗ്നന്റ് വുമണിലേക്കും ഈ ഒരു വിശദാംശങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇഷ്യൂസ് കോമ്പൗണ്ട് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് തന്നെ ട്രാൻസ്പാരൻസി ഇല്ലാത്ത രീതിയിലുള്ള ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പോലും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ചും മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അവരാണ് ഇതിന്റെ പ്രൊമോഷന്റെ ഉത്തരവാദിത്തമുള്ളവർ. അവർ കൃത്യമായിട്ടുള്ള പ്രൊമോഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഫണ്ടില്ല, പൈസ കൊടുക്കാൻ ഇല്ലാത്തത് എന്നുള്ളതാണ്. അതേസമയത്ത് സംസ്ഥാനങ്ങളിൽ നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ റൺ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് തമിഴ്നാടുവിലും ഒഡീഷയിലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. ഈ ഒരു തമിഴ്നാടുവില് 18,000 രൂപയും ഒഡീഷയില് 10,000 രൂപയാണ് നൽകുന്നതായിട്ടുള്ളത്. അതായത് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നതിനേക്കാൾ ഇരട്ടിയാണ്. ഇപ്പോൾ തമിഴ്നാടുവിലാണെങ്കിൽ 3 ഇരട്ടിയാണ്, ഒഡീഷയിലാണെങ്കിൽ 2 ഇരട്ടിയാണ് നൽകുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുക. അതിന്റെ ഇനി
അതിന്റെ ബെനിഫിഷ്യറി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഒഡീഷയിൽ 64% ആൾക്കാർക്കും ഈ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. തമിഴ്നാടുവിൽ അത് 84% ഓർത്ത് വെക്കുക. അതേസമയത്ത് മാതൃവന്ദന യോജന എടുത്ത് വെറും 10%-ത്തിൽ താഴെയാണ്, 9%-ത്തിലാണ് എന്ന് കൂടി ഓർത്ത് വെക്കുന്നത്. അതായത് ഈ ഒരു PMMVYയുടെ ആ ഒരു ഇൻഎഫിഷ്യൻസിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് ഈ ഒരു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡാറ്റ, പ്രത്യേകിച്ച് ലോക്കൽ പ്രോഗ്രാമുകൾ കുറെ കൂടി എഫക്റ്റീവ് ആണ് എന്നുള്ള രീതിയിൽ ഓതർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E20 പെട്രോൾ, അതായത് എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ, അത് എൻവയോൺമെന്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ സംബന്ധിച്ചുകൊണ്ടുള്ള വലിയ കൺസേൺസ് റേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഥനോൾ ബ്ലെൻഡഡ് പെട്രോളിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2001 ഒരു പൈലറ്റ് പ്രൊജക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത് മിക്കവാറും പെട്രോൾ പമ്പുകളിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിന് എഗെയിൻസ്റ്റ് വലിയ പ്രതിഷേധമാണ് ഫാമേഴ്സിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ എന്താണ് വിഷയം എന്ന് നോക്കാം. അപ്പോൾ എഥനോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെട്രോളിൽ 20% എഥനോൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ 1 ലിറ്റർ പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 800 മില്ലി പെട്രോളാണ് ഉണ്ടാവുക, 200 മില്ലി എഥനോളാണ് ഉണ്ടാവുക. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എഥനോൾ കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ എമിഷൻ കുറക്കാൻ വേണ്ടി പറ്റും. ഫ്യൂൽ എഫിഷ്യൻസി കൂടും, അതുപോലെ തന്നെ എമിഷൻ കുറക്കാൻ വേണ്ടി പറ്റും. ഇതാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. E20 എന്ന പേരിൽ പെട്രോൾ പമ്പുകളിൽ ഇപ്പോൾ E20 എന്ന് പറഞ്ഞിട്ടുള്ള എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ എഥനോൾ ബ്ലെൻഡിങ്ങിന്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ എഥനോൾ ഉപയോഗിക്കുന്ന വഴി നമുക്ക് പെട്രോളിന്റെ ഉപയോഗം കുറക്കാൻ വേണ്ടി പറ്റും. കാരണം 80% മാത്രമേ പെട്രോൾ വേണ്ടൂ. അതുവഴി നമ്മുടെ ഫ്യൂൽ ഇമ്പോർട്ട് ഒക്കെ കുറക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ എഥനോൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ എഥനോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറികളിലാണ്. അവയ്ക്ക് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. അതായത് 1 ലിറ്റർ എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഏകദേശം 8 മുതൽ 12 ലിറ്ററോളം വെള്ളം വേണം. അപ്പോൾ ഈ എഥനോൾ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്തതിന്റെ അടുത്ത് ഫാമേഴ്സിന് വാട്ടർ റിസോഴ്സസ് ഭയങ്കര സ്കെയർ ആണ്. അതായത് അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഫാമേഴ്സ് റേസ് ചെയ്യുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഫാക്ടറികളിൽ നിന്ന് ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് പുറത്തേക്ക് തള്ളുന്നുണ്ട്. അടുത്തുള്ള നദികളിലേക്കും മറ്റുമൊക്കെയാണ് വരുന്നത്. ഇത് ഈ ഒരു കർഷകർ തന്നെ യൂസ് ചെയ്യുന്ന വാട്ടർ ബോഡിനെ പൊല്യൂട്ട് ചെയ്യുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് നോക്കി കഴിഞ്ഞാൽ എഥനോൾ ഫാക്ടറികളിൽ നിന്ന് ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ്, അസറ്റാൽഡിഹൈഡ്, ഫോമാൽഡിഹൈഡ്, അക്രോലീൻ തുടങ്ങിയിട്ടുള്ള ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള ഏജൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഥനോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹൈ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന റെഡ് കാറ്റഗറി ഇൻഡസ്ട്രീസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും ഈ ഒരു എഥനോൾ ഫാക്ടറീസ് അതിന്റെ എൻവയോൺമെന്റൽ ചെക്കുകൾ പലപ്പോഴും പുറത്തേക്ക് കിടക്കാറുണ്ട്. കാരണം എഥനോൾ ബ്ലെൻഡിങ് പൊല്യൂഷൻ കുറക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്സ് ആർഗ്യൂ എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതായത് ബയോഫ്യൂൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. പക്ഷെ ബയോഫ്യൂലിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എൻവയോൺമെന്റിനെ അതിന്റെ ഗുണഫലങ്ങളെക്കാൾ കൂടുതൽ ഹാർംഫുൾ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് എൻവയോൺമെന്റലിസ്റ്റുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതും കൂടി ഓർത്തുക. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഫാമേഴ്സ് ആണ് വലിയ പ്രൊട്ടസ്റ്റുകൾ നടത്തിയിട്ടുള്ളത് എഥനോൾ പ്ലാന്റുകൾക്കെതിരെ, പ്രത്യേകിച്ചും വാട്ടർ കണ്ടാമിനേഷനും അതുപോലെ തന്നെ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കർഷകർക്ക് അവിടെ വാട്ടർ സ്കാസിറ്റി വരുന്നുണ്ട്. കാരണം ഫാക്ടറീസ് ഒരുപാട് വെള്ളം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ലാൻഡിനും ഹ്യൂമൻ സെറ്റിൽമെന്റിനും ഇടയിൽ ആൾക്കാർ താമസിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിനടുത്ത് ഫാക്ടറി സെറ്റ് ചെയ്തതും മറ്റൊരു ഇഷ്യൂ ആണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എഥനോൾ ബ്ലെൻഡിങ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിലവിലുള്ള പോളിസി. 2025 കൂടിയിട്ട് 20% ബ്ലെൻഡിങ് നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ എഥനോൾ പ്ലാന്റുകൾക്ക് പലതരത്തിലുള്ള ക്ലിയറൻസസിലെ റിലാക്സേഷൻസും സബ്സിഡീസും ഒക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക റാദർ ദാൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ഈ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനെ കുറിച്ച് ഗവൺമെന്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് എൻവയോൺമെന്റൽ ഇമ്പാക്ട്, എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഡെവലപ്മെന്റിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർഷകരുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അപ്പോൾ കർഷകര് ഇന്നും 70% കർഷകരും അവർ ക്യാഷ് ട്രാൻസാക്ഷൻസ് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമുക്ക് ഈ ഒരു ഡാറ്റ പോയിന്റുകളിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൽ ആദ്യത്തേത്, നമ്മുടെ കർഷകര് ഇന്നും ആ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. 70% ഇന്ത്യൻ കർഷകരും ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് ചെയ്യുന്നത്, സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറഞ്ഞു വരുന്നുണ്ട്. 2019 88% ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിരുന്നു. 24 72% ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 70%ത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക് പേയ്മെന്റുകൾ 2019 8% ഉള്ളത് 2024 18%ത്തിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ട്രേഡേഴ്സും റീറ്റെയിലേഴ്സും ആണ് കുറച്ചുകൂടി ഇലക്ട്രോണിക് പേയ്മെന്റുകൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. അവര് 8% നിന്ന് 31% ഇലക്ട്രോണിക് പേയ്മെന്റുകൾ മാറിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇനി ഈ ഒരു മാർക്കറ്റിൽ നിന്നുള്ള പ്രൈസ് ഇൻഫർമേഷൻ ഒക്കെ കർഷകർ അറിയുന്നത് പ്രധാനമായിട്ടും മൗത്ത് ടു മൗത്ത് ആണ്. അതായത് ട്രേഡേഴ്സ് പറഞ്ഞിട്ടാണ് 55% കർഷകരും ഈ ഒരു പ്രൈസ് ഇൻഫർമേഷൻ അറിയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാമേഴ്സിൽ 47% ആൾക്കാർക്കും ഈ ഒരു പ്രൈസ് ഇൻഫർമേഷൻ കിട്ടുന്നത് മൗത്ത് ടു മൗത്ത് ആണെന്ന് ഓർക്കുക. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ആപ്പുകളും വെബ്സൈറ്റുകളും ഒക്കെ ഉണ്ട് സാധനങ്ങളുടെ വിലയും മറ്റുമൊക്കെ കാണിക്കുന്നത്. ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക്, അതായത് 2019 9% ആൾക്കാർക്കും 2024 10% ആൾക്കാർക്കും മാത്രമാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കാം. ഇനി ക്ലൈമറ്റ് ചേഞ്ചും മറ്റുമൊക്കെ നോക്കുവാണെങ്കിൽ 64% കർഷകരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 2023-24 റാബി സീസണിൽ ക്രോപ്പ് ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അൺസീസണൽ ആയിട്ടുള്ള റെയിൻഫാൾ കാരണം 37% ആൾക്കാരും ഹീറ്റ് വേവ് കാരണം 30% ആൾക്കാരും ക്രോപ്പ് ഡാമേജ് ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു വെതർ ഫോർകാസ്റ്റുകൾ എത്രമാത്രം എസെൻഷ്യൽ ആണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം വിളവ് എപ്പോൾ വിളവെടുക്കണം എന്നതിനെ സംബന്ധിച്ച് കർഷകർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള വെതർ ഫോർകാസ്റ്റുകൾ ശ്രദ്ധിക്കാൻ നൽകുന്നത് വഴി പറ്റും. അപ്പോൾ 90% കർഷകരും കൃത്യമായിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് കിട്ടുവാണെങ്കിൽ ഈ നഷ്ടം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞുള്ളത്. ഇനി കർഷകർ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അവർ റീറ്റെയിലർക്കോ അല്ലെങ്കിൽ മിഡിൽ മാനോ കൊടുക്കുന്ന സമയത്ത് കർഷകർക്ക് എത്ര ശതമാനം കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും അധികം കിട്ടുന്നത് വീറ്റിനാണ്. അതായത് വീറ്റിന്റെ മാർക്കറ്റ് പ്രൈസിന്റെ 67% വരെ കർഷകർക്ക് കിട്ടുന്നുണ്ട്. ലെൻറ്റിൽസ്, ഗ്രാം തുടങ്ങിയിട്ടുള്ളവ 60%. അതേസമയത്ത് പെരിഷബിൾ ആയിട്ടുള്ള ഗുഡുകൾ, അതായത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഐറ്റംസ്, പൊട്ടറ്റോസ്, മാംഗോ, കോളിഫ്ലവർ, ഈ കർഷകർക്ക് വെറും 40% മാത്രമാണ്. അതായത് 100 രൂപയ്ക്കാണ് മാർക്കറ്റിൽ വിൽക്കുന്നതെങ്കിൽ 40 രൂപ മാത്രമാണ് കർഷകർക്ക് കിട്ടുന്നത്. 60 രൂപ മിഡിൽ മാനും അതുപോലെ തന്നെ റീറ്റെയിലറുമായിട്ട് കൊണ്ടുപോവുകയാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കർഷകരുടെ ഇൻകം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റുകളൊക്കെ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റൂൾസുമായി ബന്ധപ്പെട്ടത് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PWDs, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ചെറിയ കൺസേൺ റേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഗാർഡിയൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണെന്ന് ഓർത്തു വെക്കാം. അതായത് ഈ ഒരു കൺസേൺ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഈ ഒരു ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ട റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ട്. മാർച്ച് 5 ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റ് റൂൾസിൽ ഡിസബിലിറ്റി റൈറ്റ് ആക്ടിവിറ്റീസുകൾ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിനെ ഇൻഫാന്റിലൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികളെ പോലെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. കാരണം പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റി അവരുടെ ഗാർഡിയൻ ആണ് നൽകിയിട്ടുള്ളത്. അതായത് ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഈ ഒരു പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യണമെങ്കിൽ ഗാർഡിയൻസിന്റെ ഡിസിഷൻ എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇൻഫാന്റലൈസ് ചെയ്യുന്നു എന്നുള്ള ക്രിറ്റിസിസം ആണ് വരുന്നതെന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ സെക്ഷൻ 9.1 ആണ് ഈ ഒരു പേഴ്സണൽ ഡാറ്റ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അഡൾട്ട് PWDസിന് ഈവൻ അവരുടെ ഗാർഡിയന്റെ കൺസെന്റ് വേണം എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് പറയുന്നത് വെച്ചാൽ ഇവിടെ ഈ ഒരു ഡ്രാഫ്റ്റ് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഒരു ആക്ടിവിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ എല്ലാ PWDസിനെയും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയും ഇൻഫാന്റലൈസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു റൂൾസ് കൊണ്ടുവരുന്നത്. അതായത് ലോഫുൾ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഗാർഡിയന്റെ പെർമിഷൻ കൂടി വേണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ 9.1 ഡാറ്റ ഫിഡ്യൂഷ്യറീസ് അവരെ ഈ ഒരു ഡാറ്റ ഉപയോഗിക്കുമ്പോൾ ഗാർഡിയന്റെ പെർമിഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവും. അതായത് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ഉദാഹരണത്തിന് മെന്റൽ ഡിസബിലിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് ഓട്ടിസം പോലുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാരുണ്ടാവും, ഓട്ടിസം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരം ആൾക്കാരുടെ പേഴ്സൺ ഈവൻ 18+ ആണ്, അഡൾട്ട് ആണെങ്കിൽ പോലും അവരുടെ കൺസെന്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഗാർഡിയന്റെ കൺസെന്റ് ആവശ്യമാണ്. അതേ സമയത്ത് ഒരു ലെഗ് ഇല്ലാത്ത ആള് അല്ലെങ്കിൽ ഒരു കൈ ഇല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു കൺസെന്റ് എടുക്കുക, ഹീസ് മെന്റലി സൗണ്ട് അല്ലേ, മാനസികമായിട്ട് സൗണ്ട് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് ഗാർഡിയന്റെ കൺസെന്റ് ആവശ്യമില്ല. സോ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ സോൾവ് ആവും. അല്ലാതെ ഇതിന്റെ മേലെ വലിയൊരു ചർച്ചയുടെ സ്കോപ്പ് ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത റെമിഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസിനെ സംബന്ധിച്ചാണ്.
അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് റെമിഷനുമായി ബന്ധപ്പെട്ട്, റെമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ 10 വർഷത്തേക്ക് ശിക്ഷിച്ചു, അയാളെ 8 വർഷം കഴിയുമ്പം ഗവൺമെന്റ് നല്ല നടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നല്ല ശരിയായി, കാരണം റിഫോർമേറ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ജയിലിലേക്ക് അയക്കുന്നത്, അതായത് അദ്ദേഹത്തിന് മാനസാന്തരം വരുന്നതിനുണ്ട്. അപ്പോൾ 10 വർഷം ശിക്ഷിക്കപ്പെട്ടു, 8 വർഷം കഴിയുമ്പോൾ തന്നെ അദ്ദേഹം റിഫോംഡ് ആയി, അദ്ദേഹത്തിന് മാനസാന്തരം വന്നു, അദ്ദേഹം നല്ല വ്യക്തിയായി എന്ന് പറഞ്ഞ് ഗവൺമെന്റ് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നതിനെയാണ് റിമിഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയൊക്കെ റിമിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്നാണ് സുപ്രീം കോടതി പറയുന്നതായിട്ടുള്ളത്. അല്ലാതെ ഗവൺമെന്റിന് അവരുടെ താല്പര്യമുള്ള ആൾക്കാരെ മാത്രം റിമിഷൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പൊ റിമിഷൻ പോളിസി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗവൺമെന്റ് അവരുടെ അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ടുള്ള റിമിഷൻ പോളിസി, അതായത് CRPC 432 സെക്ഷൻ പ്രകാരം, അതുപോലെ തന്നെ BNS ഭാരതീയ ന്യായ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം 473 പ്രകാരം റെമിഷൻ പവേഴ്സ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ട്. അപ്പോൾ റെമിഷൻ പവേഴ്സ് പ്രസിഡന്റിനും ഉണ്ട്, അതുപോലെ തന്നെ ഗവർണർക്കും ഉണ്ട് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. അപ്പോൾ ആരെയാണ് ഈ ഒരു റെമിഷന് വേണ്ടി പരിഗണിക്കേണ്ടതായിട്ടുള്ളത്? അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റെമിഷൻ പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ ആരെയാണ് റെമിഷന് വേണ്ടി പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പോൾ 2 മാസത്തിനുള്ളിൽ എല്ലാ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? റെമിഷൻ പോളിസി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റിമിഷൻ പോളിസിയിൽ കൃത്യമായിട്ട് റീസണബിൾ ആയിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള, ഫീസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് പറയേണ്ടതായിട്ട്, അവരുടെ നേച്ചർ ഓഫ് ക്രൈം, അതുപോലെ പബ്ലിക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഒരാൾക്ക് റെമിഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ അതിനെ റിവോക്ക് ചെയ്യാൻ പറ്റുമോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് കാരണസഹിതം മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ റെമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അയാളുടെ ആ ഒരു ശിക്ഷാ കാലാവധി കഴിയുന്നതിന് മുന്നേ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടയക്കുന്നതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 72 പ്രകാരം പ്രസിഡന്റിന് റെമിഷൻ പവേഴ്സ് ഉണ്ട് എന്ന് കൂടി ഓർത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഗവർണർക്ക് സ്റ്റേറ്റ് ലോ പ്രകാരമുള്ള ഒഫൻസിന്, സ്റ്റേറ്റ് ലോ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഗവർണർക്ക് ആർട്ടിക്കിൾ 161 പ്രകാരം റെമിഷൻ പവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് വേസ്റ്റ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ വേസ്റ്റ് ടു എനർജിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സുപ്രീം കോടതി ഈ ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നാഷണൽ ക്യാപിറ്റൽ റീജിയനിലുള്ള സ്റ്റേറ്റുകളോടാണ് അഫിഡവിറ്റുകൾ ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അവർ എങ്ങനെയാണ് ഈ ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ സുപ്രീം കോടതി ഈ വേസ്റ്റ് സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ്, അതായത് വേസ്റ്റുകൾ രൂപപ്പെടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അതിനെ സെഗ്രിഗേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ സ്റ്റേറ്റ്സിനോട്. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡൽഹിക്ക് ചുറ്റുമുള്ള, ഡൽഹി അതിന് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളാണ്. ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ഈ 3 പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഡൽഹിയുമാണ് വരുന്നതായിട്ടുള്ളത്. അവരോട് എങ്ങനെയാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റ്, സത്യവാങ്മൂലം കോടതിക്ക് മുന്നേ നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി അതുപോലെ തന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് ഇതുമായി വേണ്ട പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്, വേസ്റ്റ് ടു എനർജി പ്ലാന്റുകളുടെ ഇമ്പാക്റ്റിനെ സംബന്ധിച്ച്, പബ്ലിക് ഹെൽത്തിനും എൻവയോൺമെന്റിനും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ പ്രധാനമായിട്ടും നോക്കുന്നത് എന്താണ് ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്, അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ്, അതുപോലെ തന്നെ വേസ്റ്റ് ടു എനർജി പ്ലാന്റുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ടൈപ്പ് ഓഫ് ഗാർബേജ്, ട്രാഷ്, അതല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, വീടുകളിൽ നിന്നോ ഇൻഡസ്ട്രീസ് നിന്നോ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോളിഡ് രൂപത്തിലുള്ള വസ്തുക്കളെയാണ് സോളിഡ് വേസ്റ്റ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇവയെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതായിട്ട്, അല്ലെങ്കിൽ അത് എൻവയോൺമെന്റിലും അല്ലെങ്കിൽ ഹെൽത്ത് ഹസാർഡുകളൊക്കെ ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അപ്പൊ വേസ്റ്റ് സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, അത് വീടുകളായിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ആക്ടിവിറ്റി ആയിക്കോട്ടെ, അവിടെ വെച്ച് തന്നെ ഈ വേസ്റ്റുകളെ അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പോയിന്റ് ഓഫ് ജനറേഷനിൽ തന്നെ. അതിനുശേഷമാണ് ഈ ഒരു സെഗ്രിഗേറ്റ് ചെയ്തതിനു ശേഷമാണ് അതിനെ ഡിസ്പോസ് ചെയ്യാനോ റീസൈക്കിൾ ചെയ്യാനോ മറ്റുമൊക്കെ തീരുമാനിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പൊ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്? ബയോളജിക്കൽ ആണോ, ഫിസിക്കൽ ആണോ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കിയിട്ടാണ് ഇവയെ ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. നോർമലി 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നതായിട്ടുള്ളത് ഈ ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 പ്രകാരം. ബയോഡീഗ്രേഡബിൾസ്, അതായത് ഭൂമിയിൽ അലിഞ്ഞു ചേരുന്ന ബയോ മെറ്റീരിയൽസ്, മൈക്രോ ഓർഗാനിസംസ് ആക്ട് ചെയ്തുകൊണ്ട് അതിനെ
ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫുഡ് ഭക്ഷണാവശിഷ്ടങ്ങൾ, സോയിൽഡ് ആയിട്ടുള്ള റാപ്പേഴ്സ്, പേപ്പർ തുടങ്ങിയിട്ടുള്ളതിനെ ബയോഡീഗ്രേഡബിൾ എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. അടുത്താണ് നോൺ ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ റീസൈക്ലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ റീസൈക്ലബിൾ ആയിട്ടുള്ള ഐറ്റംസ്, പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽ തുടങ്ങിയിട്ടുള്ളതാ. പിന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹസാഡസ് വേസ്റ്റ്, ഡയപ്പേഴ്സ്, നാപ്കിൻസ്, മൊസ്കിറ്റോ റിപ്പലൻസ്, ക്ലീനിങ് ഏജൻസ് തുടങ്ങിയിട്ടുള്ളവയാണ് ഡൊമസ്റ്റിക് ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ. ഇങ്ങനെ 3 കാറ്റഗറിയാണ് സാധാരണ തിരിക്കാറുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ കണ്ടാമിനേഷനെ പ്രിവെന്റ് ചെയ്യാം. കാരണം എല്ലാ വേസ്റ്റും ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, പ്രത്യേകിച്ചും ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ ഉള്ള വേസ്റ്റുകൾ അതിനെ നോർമൽ വേസ്റ്റുമായിട്ട് ടച്ച് ചെയ്തിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ അതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ സെപ്പറേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ വേസ്റ്റും കൊണ്ടുപോയിട്ട് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടാൻ നോക്കും, ലാൻഡ് ഫിൽ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ ഒരുപാട് ലാൻഡ് ഫിൽ സൈറ്റ് വേണം. അപ്പൊ ഇവിടെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത നോൺ റീസൈക്കിളബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ലാൻഡ് ഫില്ലിന് പോകുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. കൂടാതെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ റോ മെറ്റീരിയൽ ആക്കി മാറ്റി അതിനെ വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഹെൽത്ത് റിസ്കുകൾ ഒരുപാട് കുറക്കാൻ വേണ്ടി പറ്റും. കാരണം ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. കുറെ കൂടി റെസ്പോൺസിബിലിറ്റി ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുടെ മുകളിലാണ് ഈ ഉത്തരവാദിത്തങ്ങൾ വരുന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയി മാറും, വേസ്റ്റ് ജനറേഷൻ കുറക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളത് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അടുത്താണ് വേസ്റ്റ് ടു എനർജി എന്ന് പറയുന്നതായിട്ടുള്ളത്. വേസ്റ്റ് ടു എനർജി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മുനിസിപ്പൽ വേസ്റ്റുകളെ എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ടോ ഹീറ്റ് ആയിട്ടോ ഫ്യൂൽ ആയിട്ടോ ഉള്ള രീതിയിലൊക്കെ കൊണ്ടുവരുന്നതിനെയാണ് വ്യത്യസ്ത ടെക്നോളജികളുടെ പൈറോളിസിസ് അല്ലെങ്കിൽ എനേറോബിക് ഡൈജഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റ് ടു എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബയോഗ്യാസ്, ബയോ CNG, സിൻ ഗ്യാസ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള വേസ്റ്റുകളിൽ നിന്ന് പറ്റും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 പ്രകാരം നോൺ റീസൈക്ലബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടെന്ന് വെച്ചാൽ, അതായത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകൾ, അത്തരത്തിലുള്ളതിനെ നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുക ലാൻഡ് ഫില്ല് ചെയ്യുക, മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുക എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1500 കിലോ കലോറി പെർ കിലോഗ്രാം, അതായത് 1 കിലോഗ്രാം കത്തിച്ചു കഴിഞ്ഞാൽ 1500 കിലോ കലോറി ഊർജ്ജം കിട്ടുമോ അതിലധികം ഊർജ്ജം കിട്ടുന്ന ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ അതിനെ എനർജി ജനറേഷന് വേണ്ടി യൂസ് ചെയ്യണം, അല്ലാതെ അത് ലാൻഡ് ഫില്ല് ചെയ്യരുത് എന്നുള്ളതാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിൽ പറയുന്നത് എന്നുകൂടി ഓർത്തുക. അപ്പോൾ ഈ ഒരു ഹൈ കലോറിക് വാല്യൂ ഉള്ള വേസ്റ്റുകളെ അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് സിമെന്റ് അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റുകളിലേക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അവിടെ കോളിനും മറ്റുമൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുകൂടി ഓർത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ട് റെഫ്യൂസ് ഡിറൈവ്ഡ് ഫ്യൂൽസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച്. കാരണം ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂവൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റിന്റെ 100 കിലോമീറ്റർ ചുറ്റളവിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഈ ഒരു റെഫ്യൂസ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഇത്തരത്തിലുള്ള ഈ ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫ്യൂവൽ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിനിമം 5% ഓഫ് ദർ ഫ്യൂൽ കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു RDF റിഫ്യൂസ് ഡിറൈവ്ഡ് ഫ്യൂവൽ എന്ന് പറയുന്നത് മുനിസിപ്പൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്ന് അതിൽ നിന്ന് നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള കത്താത്ത മെറ്റീരിയൽസ് ഒക്കെ മാറ്റിയതിനു ശേഷം ജനറേറ്റ് ചെയ്യുന്ന ഫ്യൂവൽ ആണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വേസ്റ്റ് ടു എനർജി കൺവേർഷൻസിന് വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. അപ്പൊ ഈ മെത്തേഡുകളും അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനെയും കുറിച്ച് പഠിക്കാനാണ് സുപ്രീം കോടതി ഇപ്പം ആവശ്യപ്പെട്ടുള്ളത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ. ഒന്നാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റിനെ അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ കത്തിക്കുകയും ആ കത്തിക്കുന്നത് വഴി ഉണ്ടാവുന്ന ഹീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇൻസിനറേഷൻ പ്ലാന്റുകളിൽ ചെയ്യുന്നതായിട്ടുള്ളത്. മറ്റൊന്നാണ് ബയോ വേസ്റ്റുകളിൽ നിന്ന് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് സിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് ഇലക്ട്രിസിറ്റി ജനറേഷനും ഇൻഡസ്ട്രിയൽ പർപ്പസിനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊന്നാണ് എനേറോബിക് ആയിട്ടുള്ള ഡൈജഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചുകൊണ്ട് ഓക്സിജൻ ഫ്രീ എൻവയോൺമെന്റിൽ ഇതിനെ ഡൈജഷൻ ചെയ്യുകയും അതിൽ നിന്നും മീഥേൻ റിച്ച് ആയിട്ടുള്ള ബയോഗ്യാസ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു. ഇത് ഓർത്തു വെക്കുക, ഇത് രണ്ടും ബയോ മെറ്റീരിയൽസിന് മാത്രമേ പറ്റുള്ളൂ എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. മറ്റൊന്നാണ് ഫെർമെന്റേഷൻ ആൻഡ് ഡിസ്റ്റിലേഷൻ. ഓർഗാനിക് ബയോമാസിനെ ഉപയോഗിച്ചുകൊണ്ട് ഫെർമെന്റ് ചെയ്തുകൊണ്ട് ഡിസ്റ്റിൽ ചെയ്തുകൊണ്ട് എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഥനോൾ എന്തിനാ E20 ഫ്യൂൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പെട്രോളുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എഥനോൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ്. മറ്റൊന്നാണ് പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ. പൈറോളിസിസ് എന്ന് പറഞ്ഞാലും ഒരു തെർമോ കെമിക്കൽ പ്രോസസ് ആണ്. അതായത് പൈറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തുക, പൈറോ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആണ്. ഹൈ ടെമ്പറേച്ചറിൽ
ഈ ഒരു വേസ്റ്റിനെ ഒരു ലിക്വിഡ് ഫ്യൂവലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഓക്സിജന്റെ ആബ്സെൻസിൽ ഈ ഒരു സോളിഡിനെ വേസ്റ്റിൽ നിന്നും എനർജി ആക്കി അതിനെ ഫ്യൂവൽ ആക്കി മാറ്റുന്നതാണ് പൈറോളിസിസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. മറ്റൊന്നാണ് ലാൻഡ്ഫിൽ ഗ്യാസ് റിക്കവറി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു മണ്ണിൽ കുഴിച്ചിടുകയും ആ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അവിടെ നിന്ന് വരുന്ന മീഥെയിൻ ഗ്യാസസിനെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ലാൻഡ്ഫിൽ ഗ്യാസ് റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെത്തേഡിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ വേസ്റ്റിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്ന് ഹീറ്റിനെ റിക്കവർ ചെയ്തെടുക്കാനും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഫോസിൽ ഫ്യൂൽസിന്റെ ഡിപ്പെൻഡൻസി കുറക്കാൻ പറ്റും. മറ്റൊന്നാണ് ലാൻഡ് ഫില്ലിങ്ങിന്റെ എമൗണ്ട് കുറക്കാൻ പറ്റും. കാരണം റീയൂസ് ചെയ്യാൻ പറ്റുന്ന റീയൂസ് ചെയ്യുന്നു, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നു, എനർജി ജനറേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി ജനറേഷൻ ഉപയോഗിക്കുന്നു. ഇതിനൊക്കെ ശേഷമുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ ലാൻഡ് ഫില്ലിങ്ങിന് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. അതുവഴി നമുക്ക് എമിഷൻസും ലാൻഡ് യൂസും ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷനും ഒക്കെ കുറക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേസമയത്ത് മറ്റൊന്നാണ് മെറ്റലിനെയൊക്കെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസിനറേഷൻ പ്ലാന്റുകളിൽ നിന്ന് പറ്റും. അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഒക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് കൂടി ഓർത്തിരിക്കണം തന്നെ. ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് റിസൾട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറക്കും എന്നുള്ളതാണ്. മീഥെയിൻ എമിഷൻ കുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെ കുറക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ഒരുപാട് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ സ്റ്റിൽ ഉണ്ടാവും എന്ന് കൂടി ഓർത്ത് വെക്കുക. അതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസിനെ കുറിച്ച് അതിനെക്കുറിച്ച് പഠിക്കാനാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് സെൻട്രൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്, സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് ഉക്രൈനും യുഎസും ഒരു പ്രിലിമിനറി ഡീലിലേക്ക് എത്തി എന്ന് പറഞ്ഞുള്ള വാർത്തയാണ്. പ്രത്യേകിച്ചും ഉക്രൈനിൽ നിന്നുള്ള മിനറൽ റിസോഴ്സസ് അമേരിക്കയ്ക്ക് ആക്സസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അടുത്തത് കോൾ ഫയർഡ് ആയിട്ടുള്ള പവർ പ്ലാന്റുകൾ ഇന്ത്യയുടെ ക്രോപ്പ് yield കുറക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഈ ഒരു ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ദിവസം ഓൺലൈൻ ന്യൂസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10% വരെ കുറക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഡാറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയൊന്നും സിഗ്നിഫിക്കന്റ് ആയിട്ട് വേണ്ട. എങ്ങനെയാണ് ഈ ഒരു കോൾ പവേർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കോൾ ഫയർഡ് ആയിട്ടുള്ള പവർ പ്ലാന്റുകൾ എമിഷൻ കൂട്ടുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ക്രോപ്പ് yield പോലും ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ റീജിയണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. വലിയ റിലവൻസ് ഇല്ല. ബട്ട് ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും നൈട്രജൻ ഓക്സൈഡ്സിന്റെ ഒക്കെ ഡാറ്റ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.